പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ലോർഡ്. കർത്താവിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. രാത്രി യേശുവേ പ്രാണനാഥ, മേഘത്തിൽ വന്നിടുവാൻ മരവിനു താമസമുണ്ടോ? നിന്റെ വാനദൂതഗണത്തോടെ മധ്യവാനിലെഴുന്നുള്ള കാലങ്ങൾ ദീർഘമുണ്ടോ നാഥ? കാലങ്ങൾ ദീർഘമുണ്ടോ നാഥ? യേശുവേ പ്രാണനാഥ, മേഘത്തിൽ വന്നിടുവാൻ മരവിനു താമസമുണ്ടോ? നിന്റെ വാനദൂതഗണത്തോടെ മധ്യവാനിലെഴുന്നള്ളാൻ കാലങ്ങൾ ദീർഘമുണ്ടോ നാഥ? കാലങ്ങൾ ദീർഘമുണ്ടോ നാഥ? മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം ഭൂമിയിലുണ്ടോ എന്നുര ചെയ്ത എൻ കാന്ത, നിന്റെ വരവിൻ്റെ മാറ്റൊലികൾ നീനന്തോറും മുഴങ്ങുന്നേ. കാലങ്ങൾ ദീർഘമുണ്ടോ നാഥ? കാലങ്ങൾ ദീർഘമുണ്ടോ നാഥ? യേശുവേ പ്രാണനാഥ, മേഘത്തിൽ വന്നിടുവാൻ മരവിനു താമസമുണ്ടോ? നിന്റെ വാനദൂതഗണത്തോടെ മധ്യവാനിലെഴുന്നള്ളാൻ കാലങ്ങൾ ദീർഘമുണ്ടോ നാഥ? കാലങ്ങൾ ദീർഘമുണ്ടോ നാഥ? പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഒരു പ്രാവശ്യം കൂടി കർത്താവിൻ്റെ വചനവുമായിട്ട് നിൽക്കുവാൻ ദൈവമായ കർത്താവ് ഭൂമിയിൽ ഒരു സാവകാശം കൂടി തന്ന ദൈവത്തിന് നന്ദി പറയുന്നു. നമുക്കൊരു വേദവാക്യം വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവർ യെരിഹോവിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോടെ വലിയ പുരുഷാരത്തോടും കൂടെ യെരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായിയുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരന്നിരുന്നു. നസ്രയനായ യേശു എന്ന് കേട്ടിട്ട് അവൻ, ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമെന്ന് നിലവിളിച്ചു തുടങ്ങി. മിണ്ടാതിരിക്കുവാൻ പലരും അവനെ ശാസിച്ചിട്ടും, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമെന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. അപ്പോൾ യേശു നിന്ന് അവനെ വിളിക്കുവിനെന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക, നിന്നെ വിളിക്കുന്നുവെന്ന് അവർ പറഞ്ഞു. കുരുടനെ വിളിച്ചു. അവൻ തൻ്റെ പുതപ്പിട്ടും കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നുവെന്ന് ചോദിച്ചതിന്, റബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. യേശു അവനോട്, പോകുക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു, യാത്രയിൽ അവനെ അനുഗമിച്ചു. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, വീണ്ടും നല്ല സമയത്തിനായി സ്തോത്ര. ഡബല കടകല അന്തല കടകൽ പ്രൗഢലാദി വക്ഷക്കടകല സന്തൽ കടകല സൈന്യത്താലല്ല ശക്തിയാലല്ല ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എവിടെയും സംസാരിക്കുന്നിടൻ്റെ നാവോടും കേൾക്കുന്നവരെയൊക്കെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനം മൂർച്ചയുള്ള ആയുധമാണല്ലോ. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യം പ്രാപിച്ച് ഇരുവായത്തുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെ ആത്മാവിനെയും സന്ധിവഞ്ചങ്ങളെ വേർപിടിക്കുമ്പോഴേ
തുടർച്ചയിൽ നിന്ന് കർത്താവിൻ്റെ വചനം ഇന്ന് രാത്രികാലം ഇറങ്ങി വന്ന് അത്ഭുതം പ്രവർത്തിക്കണമേ. ജനത്തോട് കർത്താവ് ഇടപെടണം, സംസാരിക്കണം. ജനത്തിന് ആവശ്യമായ ആലോചനയും ദൈവകൃപയും കൊടുത്ത് കർത്താവ് വഴി നടത്തണമേ, സഹായിക്കണേ പ്രാർത്ഥിക്കുന്നു. ഏത് വിഷയത്താൽ ജനം ഭാരപ്പെടുന്നു ആ വിഷയത്തിന്മേലൊരു മറുപടിയും മഞ്ഞും ഇന്ന് രാത്രികാലം അവിടെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ കർത്താവെ, പുരുഷാരം ദൈവത്തിൻ്റെതാണല്ലോ കർത്താവെ, ജനം തങ്ങളുടേതാണല്ലോ, അടിയനും കർത്താവിൻ്റെതാണല്ലോ. അപ്പോൾ ഇന്ന് രാത്രികാലം സംസാരിക്കേണ്ട വേണം, സംസാരിപ്പാനെ അടിയൻ്റെ വായോടും നാവോടും കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകാരം അവിടുന്ന് പ്രവർത്തിച്ചിരിക്കാൻ സ്തോത്രം. അപ്പോൾ ഡബലകടകളാതി സകല മാനമഹത്വം എടുക്കും പ്രാർത്ഥന ജനം കേട്ടിരിക്കാൻ സ്തോത്രം. യേശുപ്പച്ചൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ ഇപ്രകാരമാണ് കാണുന്നത്. വായിച്ചതുപോലെ തന്നെ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ താഴോട്ടാണല്ലോ നമ്മൾ വായിച്ചത്. നമ്മൾ കർത്താവ് യെരിഹോവിൽ നിന്ന്, കർത്താവും ശിഷ്യന്മാരും യെരിഹോവിൽ നിന്ന് യെരുശലേമിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ആ പോകുന്ന സമയത്ത് ആ ഒരു വഴി അരികിലായിരുന്നു അതായത് ബർത്തിമായി ഇരുന്നത്. അവർ യെരിഹോവിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോടും കൂടെ വലിയ പുരുഷാരത്തോടും കൂടെ യെരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായിയുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഭിക്ഷക്കാരൻ വഴിയരികെ ഇരന്നിരുന്നു. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ ഭിക്ഷക്കാരൻ വഴിയേരി ഇരുന്നുകൊണ്ട് ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്ന മനുഷ്യനെ, അപ്പോൾ ആ തണുപ്പുള്ളത് കൊണ്ട് ഗവൺമെൻറ് കൊടുത്തൊരു പുതപ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ വേറൊന്നുമില്ല. അവിടെ ആരും കൊണ്ട് ഇരുത്തിയൊന്നും അവിടെ വായിക്കുന്നില്ല. എങ്കിലും യെരിഹോവിൽ നിന്ന് യെരുശലേമിലേക്ക് പോകുന്ന ശിഷ്യന്മാരും യേശു കർത്താവും അതിലിങ്ങനെ പോകുമ്പോഴാണ്, അതുമാത്രമല്ല വലിയ പുരുഷാരം കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മനുഷ്യനെ ഒന്ന് കേട്ടിട്ടുണ്ട്, ഈ മനുഷ്യനറിയാം യേശുക്രിസ്തു ദാവീദ് പുത്രനാണെന്ന്. അതുകൊണ്ടാണ് ആ മനുഷ്യൻ ഇപ്രകാരം പറഞ്ഞത്, ദാവീദ് പുത്ര യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിക്കുക എന്ന് പറഞ്ഞാൽ നില വിട്ട് വിളിക്കുന്ന ഒരു വിളിക്കാണ് നിലവിളിക്കുന്നു എന്ന് പറയുന്നത്. അപ്പം നിലയില്ലാതെ വിളിച്ച ആ മനുഷ്യൻ വിളിക്കുന്നത് എല്ലാവർക്കും ഒന്നും കേൾക്കാൻ പറ്റത്തില്ലെങ്കിലും കൂടെ പോകുന്ന ശിഷ്യന്മാർ കേട്ട സമയത്ത് ശിഷ്യന്മാർ പലപ്പോഴും ഇദ്ദേഹത്തെ വിലക്കിയെങ്കിലും കർത്താവ് കേൾക്കുന്നുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് ചെവി കേൾക്കാൻ കഴിയുമായിരുന്നു. ഇദ്ദേഹത്തിന് ഊരും നാടും അഡ്രസ്സും ഒന്നും ഉള്ളതായിട്ട് നമുക്കവിടെ കാണുന്നില്ല. അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ അപ്പൻ്റെ പേര് മാത്രമേ, തിമായിയുടെ മകൻ ബർത്തിമായി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ തിമായിയുടെ മകനാണ് നമുക്ക് അറിയാം. ഇദ്ദേഹത്തിൻ്റെ വീട് ഏതാ, നാട് ഏതാ, അഡ്രസ്സ് ഏതാ, ഇദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ എത്ര പേരുണ്ട് എന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ എന്നാലും കർത്താവ് ഈ ദാവീദ് പുത്ര യേശുവേ അവൻ ഉറക്കെ പിന്നെ നിലവിളിക്കാൻ തുടങ്ങി. ആവശ്യബോധത്തോടെ ദൈവജനമേ, എന്നെ കേൾക്കുന്നവരെ ആവശ്യബോധത്തോടെ നമ്മൾ നിലവിളിക്കുകയാണെങ്കിൽ, നിലവിട്ട് വിളിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധി നമ്മുടെ പ്രാർത്ഥന കടന്നു ചെല്ലും. പലപ്പോഴും നമ്മളെ പലരും വിലക്കും. നിൻ്റെ പ്രാർത്ഥന, നിൻ്റെ ആരാധന, നിൻ്റെ കയ്യടി എന്നൊക്കെയും ചോദിച്ച് പലപ്പോഴും നമ്മളെ പരിഹസിക്കുന്ന ജനത്തിൻ്റെ മധ്യത്തിലാണല്ലോ നമ്മൾ താമസിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളായിരിക്കുന്നത്. ലോകം മുഴുവനും നമുക്കെതിരായാലും അത് ആ മനുഷ്യൻ്റെ വന്ന ആൾക്കാർ മുഴുവനും ഈ മനുഷ്യനെതിരായിട്ടാണ് നിന്നത്. ലോകം മുഴുവനും നമുക്കെതിരായിരുന്നാലും ദൈവം നിനക്കും അനുകൂലമെങ്കിൽ പ്രതികൂലം ആരുമില്ല. ഒരു ശക്തിക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ നിന്നെ തൊടുവാൻ കഴിയത്തില്ല. ഒരു മനുഷ്യനും നിന്നെ തൊടുവാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ നീ കരയുവാണെങ്കിൽ അല്ലെങ്കിൽ നിലവിളിക്കുവാണെങ്കിൽ ആ നിലവിളി ദൈവം വാസ്തവമായിട്ട് കേൾക്കുമെന്നാണ് ഇവിടെ നമുക്ക് വായിക്കാൻ കഴിഞ്ഞത്. അപ്പം ഇവനെ സഹായിക്കാൻ വേറൊരു വ്യക്തിയുമില്ല, തുനിയുന്നില്ല. ഇദ്ദേഹം ഭിക്ഷ യാചിക്കാനായിട്ട് അവിടെ കടന്നു വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലേ. അപ്പം നിലയില്ലാതെ നിലവിളിക്കുന്ന ഒരു വ്യക്തിയുടെ മുമ്പിൽ കർത്താവുണ്ട്, ഇറങ്ങും. അങ്ങനൊരു നിലവിളിയായിരുന്നു ആ മനുഷ്യൻ നിലവിളിച്ചത്. അപ്പം നിലവിളിച്ചു. അവൻ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, അവൻ ഏറ്റവും അധികം നിലവിളിച്ചെന്ന്. അപ്പോൾ ഇത്രയും ആരാവാരം പുരുഷാരവും ലക്ഷക്കണക്കിന് കർത്താവിനെ ആൾക്കാർ പിൻഗമിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എന്നിട്ട് പോലും ആ നിലവിളി കേട്ടിട്ട് കർത്താവ് അവിടെ നിന്നു എന്നാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. പ്രിയ ദൈവജനമേ, എനിക്കൊന്നേ പറയാനുള്ളേ, നമ്മൾ ഓരോരുത്തരും നിലവിളിക്കുന്ന നിലവിളി കർത്താവ് കേൾക്കും. കാരണം അതുപോലെ നമ്മൾ നിലവിളിക്കേണ്ടത് ആവശ്യമാണ്, അത്യുത്തമാണ്. അപ്പോൾ ഈ മനുഷ്യൻ നിലവിളിച്ചു. അവനൊന്നും നിറമില്ല, ഗുണമില്ല, അവന് വസ്ത്രം അലക്കിയിട്ട് പോലും അവൻ കുളിക്കാറില്ല. നമുക്കറിയാം, ഭിക്ഷക്കാരായിട്ടിരിക്കുന്നവർക്ക് വസ്ത്രം കഴുകുകയോ കുളിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. അങ്ങനെ അദ്ദേഹത്തിന് ഒരിക്കൽ പോലും അദ്ദേഹത്തിന് കണ്ണ് കാണാൻ കഴിഞ്ഞിരുന്നില്ല. അത് ചരിത്രകാരന്മാരൊക്കെ ഇപ്രകാരം പറയുന്നുണ്ട്, അയാളുടെ കണ്ണിൻ്റെ ഭാഗത്തൊരു തടം മാത്രമേ ഉള്ളായിരുന്നു, കണ്ണൊന്നും ഇല്ലായിരുന്നെന്ന്. അപ്പോൾ ആ കണ്ണ് അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ആ മനുഷ്യൻ അതുവരെയും ജീവിച്ചിരുന്നത്.
അപ്പം കർത്താവ് പറഞ്ഞു, അവൻ ഏറ്റവും അധികം നിലവിളിച്ചു. അപ്പോൾ യേശു നിന്നു. ഇന്ന് രാത്രികാലം എനിക്കും നമുക്ക് ഓരോരുത്തരും പറയാനുള്ളത്, കർത്താവിൻ്റെ സന്നിധിയിൽ അധികമായിട്ട് നിലവിളിച്ചു കഴിഞ്ഞാൽ ആരെല്ലാം നമ്മളെ തകർക്കാൻ നോക്കിയാലും, ആരെല്ലാം നമ്മളെ പിന്തിരിക്കാൻ നോക്കിയാലും, ആരെല്ലാം നമ്മളെ പരിഹസിച്ചാലും, നിൻ്റെ നിലവിളി എവിടെന്ന് ചോദിച്ചാലും അവിടെയൊക്കെ ദൈവത്തിൻ്റെ കരമിറങ്ങി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണെന്നുള്ള കാര്യം ഇന്ന് രാത്രികാലം നമ്മൾ മറന്നു പോകരുത്. നിനക്ക് വേണ്ടി ഇറങ്ങും, നിനക്ക് വേണ്ടി മാത്രം. ഈ മനുഷ്യന് വേണ്ടി മാത്രമാണ് കർത്താവ് ആ യെരുശലേമിൽ കൂടി ആ യെരിഹോവിലേക്ക് കടന്നു വന്നത്. യെരിഹോവിലേക്ക് കടന്നു വന്നത് ഈ മനുഷ്യന് വേണ്ടി മാത്രമായിരുന്നു. രാത്രികാലം മുഴുവനും പ്രാർത്ഥിച്ചപ്പോൾ പിതാവായ ദൈവം പുത്രൻ ആലോചന കൊടുത്തിട്ട് പറഞ്ഞു, അവനൊരു യെരിഹോവിൽ ഒരു കുരുടനിരിപ്പുണ്ട്, അവനെ പോയി നീ പോയി സൗഖ്യമാക്കണമെന്ന്. അതിൻ്റെ ഫലമായിട്ടാണ് കർത്താവ് അന്ന പകൽക്കാലം അവിടെ കൂടെ യാത്ര ചെയ്യുവാനിടയാതെ ദൈവജനമേ. അപ്പോൾ ആ മനുഷ്യനോട് അത് കേട്ടോണ്ട് കർത്താവ് പറഞ്ഞു, അപ്പോൾ യേശു നിന്നു, അവൻ്റെ നിലവിളിയുടെ മുമ്പിൽ നിന്നു, അവനെ വിളിക്കുവിനെന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക, നിന്നെ വിളിക്കുന്നുവെന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഇവനെ പരിഹസിച്ച ആൾക്കാർ, ഇവനെ നിരുത്സാഹപ്പെടുത്തിയ ആൾക്കാർ തന്നെ പറഞ്ഞു, കർത്താവ് നിന്നെ വിളിക്കുന്നെന്ന്. ഇന്ന് രാത്രികാലം ഇടബലഘടകൽ പ്രൗഢലാദികക്ഷ ആമേ സ്തോത്രം ഇടൽ പ്രൗഢലാദികക്ഷ കടകല സന്തൽ കടകലാതി പ്രൈസ്തലോട് നമ്മൾ ഏത് വിഷയത്തിന് വേണ്ടി കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നോ ആ വിഷയത്തിന് മേൽ തമ്പുരാൻ നമ്മുടെ അടുക്കലെ ഇന്ന് രാത്രിക്കാലം ഇറങ്ങി വന്നിട്ടുണ്ട്. ദൈവ പൈതലെ, ഏത് വിഷയത്തിന് വേണ്ടി ഭാരപ്പെട്ട് ഞരങ്ങി നിലവിളിച്ച് കരഞ്ഞ് രാത്രി യാമങ്ങളിൽ തലവണ നനച്ചുകൊണ്ട് കരയുന്ന ദൈവജനമേ, ഡമനഘടകൽ പ്രബലാതി എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്നു ഇന്ന് രാത്രികാലം പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവം നമ്മുടെ മുൻപിലും പിൻപിലുമായിട്ട് കടന്നു വന്നിട്ടുണ്ട്. യേശു അവനോടെ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? ഇന്ന് രാത്രികാലം നിങ്ങളോടും കർത്താവ് ചോദിക്കുന്നത്, നമ്മളോട് ഓരോരുത്തരോടും കർത്താവ് ചോദിക്കുന്നത് ഇതാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തണം? അവൻ്റെ കയ്യിലുള്ള സാധനം പുതപ്പായിരുന്നു അവൻ്റെ സമ്പാദ്യം, എന്നാൽ അത് വിട്ടിട്ട് അവൻ ചാടി എഴുന്നേറ്റു കർത്താവിൻ്റെ അടുക്കലേക്ക് കടന്നു ചെന്ന് ഒരു പിതാവ് വിളിച്ചു കഴിഞ്ഞാൽ ഓടി ആ പിതാവിൻ്റെ അടുക്കലേക്ക് ഒരു കുഞ്ഞുമക്കൾ ചെല്ലുന്നു ആ രീതിയിൽ ഈ മനുഷ്യൻ ഓടിച്ചെന്ന് അവനുള്ളത് സകലതും വിട്ടിട്ട് അവൻ ഓടിപ്പോയി. അവനോട് കർത്താവ് ചോദിച്ചു, യേശു അവനോടെ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചാൽ അവൻ ഇപ്രകാരം പറഞ്ഞു, റബൂനി. അവന് ചെവി കേൾക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അവനാ ഗുരുവെന്നാണ് അർത്ഥം. റബൂനി, എനിക്ക് കാഴ്ചയില്ല, എനിക്ക് കാഴ്ച കിട്ടണമെന്ന് അവനിങ്ങനെ നിലവിളിക്കാൻ തുടങ്ങി. അപ്പോൾ റബൂനി അവനോട് പറഞ്ഞു, യേശു അവനോട്, പോകുക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ്റെ കാഴ്ച പ്രാപിച്ചു, യാത്രയിൽ അവനെ അനുഗമിച്ചു. പ്രിയപ്പെട്ടവരെ, അന്നുവരെയും കുരുടനായി ഭിക്ഷ അന്നവൻ്റെ അഡ്രസ്സ് മാറുകയായിരുന്നു. ഡമനഘടകൽ പ്രബലാധികക്ഷ അന്നവൻ്റെ ജീവിതം മാറുമായിരുന്നു. അവനെ നിന്ദിച്ചവരുടെ മുമ്പിൽ അവൻ കർത്താവിനെ അനുഗമിക്കുന്നത് കാണുവാനായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ കുരുടനായ മനുഷ്യൻ്റെ അവസ്ഥയ്ക്ക് ഭേദം വന്നു, അവൻ്റെ നടത്തയ്ക്ക് ഭേദം വന്നു, അവൻ്റെ ആരാധനയ്ക്ക് ഭേദം വന്നു. അവൻ പിന്നെ ഒരിക്കലും ആ വഴിയരി ഇരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഡമനഘടകലാതി അവൻ കർത്താവ് കൈവച്ച സമയത്ത് തന്നെ അവനോട് പറഞ്ഞ്, അവനാദ്യമേ അവനെ കണ്ടത് അവനവൻ്റെ മാതാവിനെയോ പിതാവിനെയോ പുരുഷാരത്തെ അല്ല, അവൻ കണ്ടത് കർത്താവിനെയാണ് കണ്ടത്. നമ്മളെ സൃഷ്ടിച്ച കർത്താവ്, അഖിലാണ്ടത്തെ മുഴുവനും ഒറ്റ വാക്കുകൊണ്ടുളവാക്കി നമ്മളെ സൃഷ്ടിച്ച കർത്താവ്. അവൻ ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശു അവനോടെ, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നുവെന്ന് ചോദിച്ചനെ. റബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണം എന്ന് കുരുടൻ അവനോട് പറഞ്ഞു. യേശു അവനോട്, പോകുക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു. ഇന്ന് പകൽക്കാലം ആത്മീകമായിട്ട്, രാത്രികാലം ആത്മീകമായിട്ട് കണ്ണുകൾ അടഞ്ഞിരിക്കുന്ന ഏതെങ്കിലും വ്യക്തി എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രികാലം നിൻ്റെ കാഴ്ചയ്ക്ക് ഭംഗം വരാതെ വണ്ണം, കാഴ്ച പ്രാപിക്കത്തക്കൊണ്ണം ദൈവത്തിന് ചില പ്രവൃത്തി ചെയ്യേണ്ടതുണ്ട്. ദൈവജനമേ, ഡമനഘടകലാതി കർത്താവ് അവനോട് പോകാൻ പറഞ്ഞ സമയത്ത് നിനക്ക് റബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. യേശു അവനോട്, പോകുക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു. അപ്പം വിശ്വാസത്തെ രക്ഷിച്ചിരിക്കുന്നു, അവൻ്റെ വിശ്വാസത്തെ കണ്ടിട്ട് കർത്താവ് പറഞ്ഞു, വിശ്വാസം രക്ഷിച്ചിരിക്കുന്നു. ഉടൻ തന്നെ അവൻ കാഴ്ച പ്രാപിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ദിവസങ്ങളിൽ
ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് ഇടബലകടകളാതി ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. ഓരോ ദൈവജനത്തെക്കുറിച്ച്, ഒരാളെക്കുറിച്ചല്ല, ഓരോരോ ദൈവജനം. നീ രോഗത്താൽ ഭാരപ്പെടുകയാണോ? കണ്ണീരിൻ്റെ അവസ്ഥയിൽ കടന്നു പോവുകയാണോ? ചെവിക്ക് കേൾവിയില്ലാതെ ഭാരപ്പെടുകയാണോ? അതോ ക്യാൻസർ രോഗത്താൽ നീ ഭാരപ്പെടുകയാണോ? ഏതെങ്കിലും മാരരോഗത്താൽ നീ ഭാരപ്പെടുകയാണോ? നിന്നെ എതിർക്കുന്ന ആൾക്കാർ പലപ്പോഴും ചുറ്റുപാടിൽ കാണും. മനഘടകല മനഘടകൽ പ്രൗഢലാതി. അതുകൊണ്ടൊന്നും നിങ്ങൾ ഭയപ്പെടേണ്ട ദൈവജനമേ. ദൈവത്തിന് പ്രവർത്തിക്കാൻ അധികം സമയമൊന്നും വേണ്ട. ഒറ്റ നിമിഷം കൊണ്ടാണ് ഈ കുരുടനെ ദൈവം സൗഖ്യമാക്കിയത്. അവൻ്റെ കാഴ്ച അവന് ദൈവം തിരിച്ചു കൊടുത്തു. അതുമാത്രമല്ല, അവൻ കണ്ടതാദ്യം അവനെ സൃഷ്ടിച്ച കർത്താവിനെ അവന് കാണാൻ കഴിഞ്ഞു. എന്നിട്ടും അതിൽ വലിയ ഭാഗ്യമൊന്നുമില്ല ദൈവജനമേ. അവൻ്റെ നിറം നോക്കിയില്ല, അവൻ്റെ ഗുണം നോക്കിയില്ല, അവൻ്റെ പാരമ്പര്യം നോക്കിയില്ല, അവൻ്റെ വിദ്യാഭ്യാസം നോക്കിയില്ല, അവൻ്റെ പണം നോക്കിയില്ല. കർത്താവിൻ്റെ അടുക്കൽ ഏത് വ്യക്തി കടന്നു വന്നാലും അവിടെ സൗഖ്യം കൊടുക്കുന്ന കർത്താവാണ്. എന്നെ നിങ്ങളെ മെനഞ്ഞ കർത്താവ് അന്തർക്കടകളാതി അക്ഷക്കടകൾ ഏത് സ്ഥലത്ത് പോയിരുന്നു വിളിച്ചാലും നിലവിളിച്ചാലും, ഭവനത്തിൽ നിലവിളിച്ചാലും, മുറ്റത്തിറങ്ങിയിരുന്ന് നിലവിളിച്ചാലും, അറയിൽ കടന്ന് പ്രാർത്ഥിച്ചാലും അവിടെയൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ എനിക്ക് നിങ്ങൾക്കും കഴിയുമെന്നുള്ള കാര്യം ഇന്ന് പോൽക്കാലം നമ്മൾ മറന്നു പോകരുത്. ഇടമനകടകൾ പ്രൗഢലാതി കക്ഷക്കടകല സന്തൽ കടകലാതി റീബൽ കടകല ഉടലവക്ഷക്കടകല സന്തൽ പ്രൗഢലാതി റീബല കടകലാതി. അതുപോലെ നമ്മൾ ദാനിയലിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദാനിയൽ പ്രകാരമായിരുന്നു. കടകലറി വലകടകലാതി അന്തൽ കടകലറി മനകടകലാതി. ദാനിയേൽ പ്രാർത്ഥിച്ചു. രാവിലെയും വൈകിട്ട് ഉച്ചയ്ക്കും കിളിവാതിലുകൾ തുറന്നിട്ട്, ജനലുകൾ തുറന്നിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ശത്രുക്കൾ പെരുകി വരുമാറ് ശത്രു എങ്ങനെയെങ്കിലും ഇവനെ വധിച്ചു കളയണം, എങ്ങനെയെങ്കിലും ഇവനെ കൊന്നു കളയണം, എങ്ങനെയെങ്കിലും ഇവനെ നശിപ്പിച്ചു കളയണം. അവൻ ആ രാജകൊട്ടാരത്തിൽ വാഴരുത്, രാജാവ് കൊടുത്ത അധികാരത്തിൽ അവൻ നിൽക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അവന് ശത്രുക്കൾ ചുറ്റും കടന്നു വന്നപ്പോഴും അവൻ്റെ പ്രാർത്ഥന നിർത്തിയില്ല. അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, അവൻ ആരാധിക്കാൻ തുടങ്ങി. അവൻ രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്ക് പോയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവൻ കരയുവാൻ തുടങ്ങി. കരഞ്ഞതിൻ്റെ ഫലമായിട്ട് ഇടമനകടകൾ അതിശത്രുക്കൾ പിന്നെയും അവന് ഭാവത്തോടെ അവൻ്റെ അടുക്കലേക്ക് കടന്നു വന്നുവെങ്കിലും അന്ന് രാത്രി കാലം അവനെ കൊണ്ടുവന്നിട്ട് സിംഹത്തിൻ്റെ കുഴിയിലേക്ക് കൊണ്ടിടാനിടയായി. സിംഹം നോക്കിയപ്പോൾ യഹൂദാഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ താഴേക്ക് ഇറങ്ങി വരുന്നത് സിംഹത്തിന് തോന്നിയതുപോലെ ഒരു ദാനിയേലിനെ കണ്ടപ്പോൾ പേടിച്ച് വിറയ്ക്കാനിടയായതുപോലെ നാളുകളിലെ ഇടമനകടകളാതി നിങ്ങളെ കാണുമ്പോൾ, നമ്മളെ ഓരോരുത്തരെയും കാണുമ്പോൾ പിശാച് പേടിച്ച് വിറയ്ക്കത്തക്കോണം. പിശാച് മാരക രോഗം കൊണ്ടുവന്നിടുന്നോ? അല്ല, പിശാച് നമ്മളെ തകർത്തുകളെ നോക്കുന്നുണ്ടോ? ആ വിചാരത്താൽ നമ്മളെ പേടിപ്പിക്കാൻ നോക്കുന്നുണ്ടോ? ആ വിചാരത്താൽ നമ്മളെ നശിപ്പിച്ചു കളയാൻ നോക്കുന്നുണ്ടോ? ചുറ്റുപാടിൽ നിന്ന് പ്രതികൂലമുണ്ടോ? അയൽക്കാരത്തിൽ നിന്ന് പ്രതികൂലമുണ്ടോ? പ്രതിസന്ധി ഉണ്ടോ? നിന്ന ഉണ്ടോ? പരിഹാസം ഉണ്ടോ? ഒന്നുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. ഇടമനകടകലാതി യഹൂദാഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ അരുളി ചെയ്യുന്നത് അന്തൽ കടകലറി മനകടകൾ പ്രബലാതി കക്ഷക്കടകല സന്തൽ കടകലാതി ദൂരക്കടകളാതി. ആരെല്ലാം നിങ്ങളെ തള്ളിക്കളഞ്ഞാലും, ആരെല്ലാം നിങ്ങളെ ഉപേക്ഷിച്ചാലും, സ്വന്തക്കാർ ഉപേക്ഷിക്കട്ടെ, മക്കൾ ഉപേക്ഷിക്കട്ടെ, ഭാര്യ ഉപേക്ഷിക്കട്ടെ, ഭർത്താവ് ഉപേക്ഷിക്കട്ടെ, ആരെല്ലാം ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്തൊരു കർത്താവ് ഇന്ന് രാത്രി കാലം നിങ്ങളെ നടത്തുവാൻ ശക്തന്. നിങ്ങളുടെ അടുക്കൽ കടന്നു വന്നിട്ട് മകനെ മകളെ എന്ന് വിളിക്കുന്ന ശബ്ദം കേൾക്കണമെങ്കിൽ രാത്രികാലം ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം ചില പ്രവൃത്തികൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ ചെയ്തെടുക്കുമെന്ന് ദൈവാത്മാവ് നിങ്ങളോട് ആലോചന പറയുകയാണ്. ഇടമനകടകൾ പ്രൗഢലാതി കക്ഷക്കടകല സന്തൽ കടകല റീവൽ കടകലാതി. ആ കുരുടനായ മനുഷ്യൻ നിലവിളിച്ചതുപോലെ ഏറ്റവും അധികം നമുക്ക് നിലവിളിക്കാം ദൈവസന്നിധിയിലെ. അന്തൽ കടകല റീമനകടകൾ പ്രൗഢലാതി. കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് അവൻ ആഹാരം കൊടുക്കുന്ന കർത്താവാണ്. കരയുന്ന ഒരു ജീവികളെയും കർത്താവ് ഇന്ന് വരെ മറന്നു പോയിട്ടില്ല. നമുക്ക് യോസേപ്പിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് യോസേപ്പിന് അധികം വിദ്യാഭ്യാസം, സ്കൂൾ വിദ്യാഭ്യാസം പോലും ഇല്ലെന്ന് നമുക്കറിയാൻ കഴിയുമല്ലോ. അധികം ചെറുപ്പത്തിലായിരുന്നല്ലോ ഒരു കൊട്ടക്കണിൽ കൊണ്ടിട്ടത്. എന്നാൽ അവൻ ഇടമനകടകള മിസ്രീമർക്ക് ജ്ഞാനം പറഞ്ഞു കൊടുക്കുന്നതായിട്ട് നമ്മൾക്ക് വായിക്കുന്നുണ്ട്. ദിവസങ്ങളിൽ യോസേപ്പിനെ മാനിച്ചുവെങ്കിൽ കർത്താവ് നമ്മളെ ഓരോരുത്തരെ മാനിക്കപ്പെടുവാൻ ശക്തനായ ദൈവം നമ്മളോട് കൂടെ ഉണ്ട്. ഇടമനകടകൾ പ്രബലാതി കക്ഷക്കടകല സന്തൽ പ്രബലാതി. ഒരു എസ്തേറിനെ ദൈവം മാനിച്ചുവെങ്കിൽ ഇസ്രായേൽ ജനത്തിനെ എങ്ങനെങ്കിലും നശിപ്പിച്ചു കളയണമെന്ന് ആ മാന്യശക്തി എഴുന്നേൽപ്പോഴും ഏതൊരു വ്യക്തി ഏതൊരു കാര്യത്തിന് എഴുന്നേറ്റാലും അവരിൽ ഒരു പൈശാചിക ശക്തി ചെയ്യുന്നതുകൊണ്ടാണ്. പൈശാചിക ശക്തി കടന്നു വന്നവരോട് അവരെ അതിനുവേണ്ടി നിയോഗിക്കുന്നതുകൊണ്ട് മാത്രമാണ് ആ വ്യക്തി ജീവിതങ്ങൾ അങ്ങനെയായി തീരുന്നത്. ഒരു ഹാമാനെ പിശാച് കരങ്ങളെടുത്തിട്ട് എങ്ങനെയെങ്കിലും ദൈവജനത്തെ നശിപ്പിച്ച് കളയണം എന്നതായിരുന്നു അടമനകടകലാതി അവരുടെ ഒരു താല്പര്യം. എന്നാൽ അതിന് മുന്നായിട്ട് ഒരു എസ്തേറിനെ ദൈവം കരങ്ങളെടുത്തു. എസ്തേറിനെ ദൈവം ഉപയോഗിച്ചു.
എസ്തേറിനെ ദൈവം എഴുന്നേൽപ്പിച്ചു ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ ഒരു എസ്തേർമാർ എഴുന്നേറ്റതുപോലെ പല എസ്തേർമാരെ ദൈവം എഴുന്നേൽപ്പിക്കുവാൻ ഇട്ടമനെ പല എസ്തേർമാർ എഴുന്നേൽക്കട്ടെ, പല ദാനിയന്മാർ എഴുന്നേൽക്കട്ടെ, പല യോശുവമാർ എഴുന്നേൽക്കട്ടെ, പല യോസേഫുമാർ എഴുന്നേൽക്കുവാൻ ഇടമന കടകൾ പ്രബലരാതി കക്ഷക്കടകൾ സന്തൽ കടകലാതി. കുരുടരായിരിക്കുന്ന ആരും കുരുടരായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ജ്ഞാനത്തിലും നിപുണതയിലും ദൈവശക്തിയിലും ദൈവാത്മാവിലും ജനമായി തീരുവാൻ ഇടമന കടകലാതി കക്ഷക്കടകല സന്തൽ പ്രബലലാതി അന്തൽ കടകലാതി കക്ഷക്കടകല സന്തൽ കടകലാതി ഓ ശന്തൽ പ്രബലമാനത കടകൾ പ്രബലലാതി അസ്തക്കടകല റീബല കടകലാതി കക്ഷക്കടകല സന്തൽ പ്രബലലാതി. ഒരു ഹാഗാറിനെ പോലെ നമുക്ക് നിലവിളിക്കാം. അന്തൽ കടകല റീബൽ കടകല ദാനിയലിനെ പോലെ നിലവിളിക്കാം. യോസേപ്പിനെ പോലെ നിലവിളിക്കാം. കുരുടനെ പോലെ നിലവിളിക്കാം. അന്തൽ കടകലാതി അക്ഷക്കടകല സന്തൽ കടകല റീവൽ കടകലാതി. നിലവിളിക്കുന്ന കുഞ്ഞിന് നിലവിളിക്കുന്ന ഒരു കുഞ്ഞിന് മാത്രമേ ഒരു മാതാവ് പാല് കൊടുക്കത്തുള്ളൂ. അത് നിലവിളിച്ചില്ലെങ്കിൽ ഒരിക്കലും മാതാവിനെ അറിയത്തില്ല അതിന് വിശക്കുന്നു എന്ന്. നാളെ നിലവിളിക്കുമ്പോൾ ആ മാതാവ് ഓടിച്ചെന്ന കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് അതിന് പാല് കൊടുക്കുന്നത് പോലെ ഈ നാളുകൾ നമുക്ക് നിലവിളിക്കാം. ആ കുരുടൻ നിലവിളിച്ചതുപോലെ നമുക്ക് നിലവിളിക്കാം. പരമാർത്ഥ ഹൃദയത്തോടെ നിലവിളിക്കാം. താല്പര്യത്തോടെ നിലവിളിക്കാം. ആവശ്യബോധത്തോടെ നിലവിളിക്കാം. അടമന കടകൽ പ്രബലലാതി അക്ഷക്കടകല സന്തൽ കടകല റീവൽ കടകലാതി അക്ഷാരാവല കടകല സന്തൽ കടകലാതി ഓ റബൽ കടകല വൃക്ഷക്കടകല സന്തരാതി. 47 വാക്യം ഞാൻ ഒന്നും കൂടെ വായിക്കുന്നു. നസ്രേനായ യേശു എന്ന് കേട്ടിട്ട് അവൻ ദാവീദ് പുത്ര യേശുവേ എന്നോട് കരുണ തോന്നണമേ നിലവിളിച്ച് തുടങ്ങി. മിണ്ടാതിരിക്കാൻ പലരും അവനെ ശാസിച്ചിട്ടും ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് ഏറ്റവും അധികം നിലവിളിച്ച് പറഞ്ഞു. ഇന്ന് രാത്രി കാലം നമുക്കും പറയാം, ദൈവത്തോട് എന്നോടൊന്ന് കരുണ തോന്നണമേ കർത്താവേ, എന്നോടൊന്ന് മനസ്സലിയണമേ കർത്താവേ. ദാവീദ് പുത്രനാണെന്ന് അവനറിയാമായിരുന്നല്ലോ. അവന് ചെവി കേൾക്കത്തില്ലെങ്കിലും അവന് കണ്ണ് കാണത്തില്ലെങ്കിലും അവന് ചെവി കേൾക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അവന് ശബ്ദം കേട്ടുകൊണ്ടാണ് കർത്താവിൻ്റെ കാൽപെരുമാറ്റം അവൻ്റെ അടുക്കൽ കടന്നു വന്നപ്പോൾ അവന് മനസ്സിലായി അവനെ സൃഷ്ടിച്ച കർത്താവ് അവൻ്റെ അടുക്കലേക്കൂടെ കടന്നു പോകുന്നു. ഇന്ന് രാത്രി കാലം നിങ്ങളുടെ അടുക്കൽ കൂടി കർത്താവ് കടന്നു പോകുന്നു. പ്രബലലാതി കടകല സന്തൽ പ്രബലലാതി റീമന കടകൽ പ്രബലലാതി കടകല സന്തരാതി. നിലവിളിക്കുന്നതിനെയും സഹായമില്ലാത്ത അനാഥനെയും വെട്ടിവെക്കുന്ന ദൈവം നിങ്ങളുടെ അടുക്കൽ കടന്നു വന്നിട്ട് മകളെ മകനെ എന്ന് വിളിക്കുന്ന ഒരു ശബ്ദം കേൾക്കുവാൻ ഇന്ന് രാത്രി കാലം നമുക്ക് ദൈവത്തിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മളെ മാനിച്ച് നടത്തുന്ന ദൈവമായിരിക്കാതെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിക്കാം. നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മളും ദൈവമായിട്ടൊരു വ്യക്തിപരമായ ബന്ധത്തിൽ രാത്രിയിലും പകലും ഒരേപോലെ ദൈവസ്ഥലം നിലവിളിക്കാം. ആവശ്യബോധത്തോടെ നിലവിളിക്കാം. സഹായിക്കാൻ കഴിയുന്ന കർത്താവിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ 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 ആമേൻ. സ്തോത്ര സ്തോത്ര.